ഹായ് ഹലോ, ഞാൻ ജ്യോതി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ എപ്പോഴും വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുള്ളതാണ്, ചേച്ചിയുടെ ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെ ഇത്ര ഹെൽത്തി ആയിട്ടിരിക്കുന്നത്, അതിൻ്റെ സീക്രട്ട് എന്താ, അതിനെന്ത് വളമാണ് ചെയ്തു കൊടുക്കുന്നത്, അതിൻ്റെ ഒരു വീഡിയോ ഇടാമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാനെന്നാൽ പ്ലാന്റ് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇടാറുള്ളത്, എങ്കിൽ എൻ്റെ ചെടി കണ്ടിട്ടായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. ചിലർ പരിഭവത്തോടെ ചോദിക്കുന്നവരുമുണ്ട്. ഞങ്ങൾ എത്ര നാളായിട്ട് പറയുന്നത് ചേച്ചിയെ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഇടാൻ, മണി പ്ലാന്റ് ഇത്ര ലെങ്തിയായിട്ട് എങ്ങനെയാണ് വളരുന്നത് അതിനെ ഒരു വീഡിയോ ഇടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പരിഭവത്തോടെ കമൻറ്റ് ചെയ്തവരുമുണ്ട്. അങ്ങനെ പലവട്ടം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളവരുടെ റിക്വസ്റ്റിനെ മാനിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ വീഡിയോ ചെയ്യാതിരുന്നത്. തുടക്കകാലത്ത് എനിക്കും അറിയത്തില്ലായിരുന്നു ഈ ചെടികൾ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്, അതിനെങ്ങനെ ഏത് ഇൻഡോർ പ്ലാന്റ്സിന് എന്തൊരു ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ കെയർ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാനും തുടക്കകാലത്ത് ഇതുപോലെ കുറച്ച് വെള്ളവും കൊടുത്ത് വളവും കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചെടികളൊക്കെ എങ്ങനെ ഹെൽത്തി ആയിട്ട് വളരും എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. അങ്ങനെ ഞാൻ എൻ്റെ ഒരുപാട് ചെടികൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഞാൻ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്ത് അതുപോലെയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഈ ചെടികൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നൊക്കെ പഠിക്കുന്നത് തന്നെ. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്താണല്ലോ പഠിക്കുന്നത്. പലതവണ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് എക്സ്പെർട്ടായി വരും, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇത്ര ഹെൽത്തി ആയിട്ട് വളരുന്നതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് സീക്രട്ട് ഒന്നുമില്ല. എൻ്റെ ചെടികളിൽ കൂടുതലും ഞാൻ സിറ്റ് ഔട്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് എടുത്ത് മാറ്റാറില്ല. ആകുമ്പോൾ നല്ല സൺലൈറ്റ് കിട്ടത്തുമില്ല, എന്നാൽ പാർഷ്യലായിട്ട് സൺലൈറ്റ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. പിന്നെ എന്തുവാ വളം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ 3-4 മാസം കൂടുമ്പോൾ അത്ര ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. എല്ലുപൊടി ഉണ്ടെങ്കിൽ അല്പം ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു 10-15 ദിവസം കൂടിയിരിക്കുമ്പോൾ NPK പോലുള്ള എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ എന്ന അളവിൽ കലക്കിയാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് NPK. ഇത് പാക്കറ്റിലാണ് വരുന്നത്. ഇത് 1 കിലോൻ്റെയും 1/2 കിലോൻ്റെയും പാക്കറ്റായിട്ടൊക്കെ വരും. ഇത് നമ്മളൊരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് കാണും. ഇത് ഞാൻ പൊട്ടിച്ച് ഇതുപോലെ ടിന്നിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വാട്ടറിങ് എന്ന് പറയുന്നത് ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അതിൻ്റെ ചെവിട് അതായത് സോയില് നല്ലതായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. എന്ന് കരുതി ഒരുപാട് അങ്ങ് ഉണങ്ങി ഡ്രൈ ആവണമെന്നല്ല അർത്ഥം. നമ്മുടെ സോയില് തൊട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക് അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ വാട്ടറിങ് ചെയ്യുന്നത്. ഇൻഡോർ പ്ലാന്റ്സിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ഇൻഡോറിൽ ഇരിക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ചെയ്തു കൊടുക്കുന്നതെന്ന് വെച്ചാൽ 10-15 ദിവസമൊക്കെ കൂടിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം എടുത്ത് പാർഷ്യലായിട്ട് വെയിൽ കിട്ടുന്ന ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കാറുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരിക്കലും വെച്ചു കൊടുക്കരുത് ഇൻഡോർ പ്ലാന്റ്സ്, കാരണം അതിൻ്റെ ഇലയെല്ലാം പൊള്ളി കരിഞ്ഞു പോകത്തതേ ഉള്ളൂ. പാർഷ്യലായിട്ടുള്ള ഒരു വെയിൽ കിട്ടിയാൽ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരികയും ചെയ്യും. ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരിക്കലും വെക്കരുത്. പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും ചോദിച്ച കാര്യം മണി പ്ലാന്റിന്റെ കാര്യം. മണി പ്ലാന്റ് എങ്ങനെ ഇത്ര ലെങ്തി ആയിട്ട് വളരുന്നു എന്നുള്ളത്. മണി പ്ലാന്റ് ലെങ്തി ആയിട്ട് വളരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യാറുള്ളൂ. ചാണകപ്പൊടിയും ഒരല്പം എല്ലുപൊടിയും 1 ചട്ടിക്ക് 1 സ്പൂൺ എന്ന അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. അത് 3-4 മാസം കൂടി ഇരിക്കുമ്പോഴേ ചേർത്ത് കൊടുക്കാറുള്ളൂ. പിന്നെ മണി പ്ലാന്റ് ഞാൻ വെള്ളത്തിലും വളർത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ സോയിലിനകത്ത് വളർത്തിയിട്ടുണ്ട്. ഈ 2 മണി പ്ലാന്റ് ഞാൻ വെള്ളത്തിലാണ് വളർത്തിയേക്കുന്നത്. വെള്ളത്തിൽ നന്നായിട്ട് വളരുന്ന ഹെൽത്തി ആയിട്ട് വളരുന്നതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് കൂടുതലായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്
സോയിലിൽ വളരുന്ന മണി പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതെന്നാണ്. അതിനാകുമ്പം വെള്ളവും വളവും ഒക്കെ വലിച്ചെടുത്ത് അത് വളരുന്നുണ്ട്. ഇതിനാകുമ്പോൾ നമ്മൾ ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രമല്ലേ അതിന് കിട്ടുന്നുള്ളൂ. ഇത് ഞാൻ ഒരുപാട് അങ്ങ് നീണ്ടു വളർന്നു വരാനും ഞാൻ അനുവദിക്കാറില്ല. കാരണം ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഇത് കൂടുതലായിട്ട് വളർന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും ഞാനത് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. മണി പ്ലാന്റിലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത് ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും അത് നല്ല ഹെൽത്തി ആയിട്ട് വളരും. പക്ഷേ ഇൻഡോറിൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് അത് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ ഒരുമാതിരി മഞ്ഞളിച്ച് ഒരു ഫെയ്ഡായിട്ടുള്ള ഒരു ഷെയ്ഡിലായിരിക്കും വളർന്നു വരുന്നത്. അതേസമയത്ത് പാർഷ്യലായിട്ടുള്ള ഷെയ്ഡിലാണ് മണി പ്ലാന്റ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്ലോസി ആയിട്ടുള്ള ഇലകളായിട്ടായിരിക്കും വളർന്നു വരുന്നത്. മണി പ്ലാന്റ് എങ്ങനെയാണ് ഞാൻ വളർത്തിയെടുക്കുന്നതെന്ന് വെച്ചാൽ മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് എടുത്തേച്ച് വെള്ളത്തിലിട്ട് കൊടുക്കുക. അത് ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കിന് അതിൽ നല്ലതായിട്ട് വേര് വരും. അപ്പം നമ്മൾ അതെടുത്ത് സോയിലിനകത്തോട്ട് നട്ടു കൊടുക്കണം. മണി പ്ലാന്റ് വേര് പിടിപ്പിച്ചെടുക്കുന്ന രീതി. മണി പ്ലാന്റിൻ്റെ ഇതുപോലത്തെ ഓരോ കട്ടിങ്സ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇതുപോലത്തെ ഓരോ നോഡ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്നായിരിക്കും വേര് വരുന്നത്. ഓരോ നോഡിൽ നിന്നായിരിക്കും വേര് വരുന്നത്. ഈ കട്ടിങ്സ് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നോഡ് ഭാഗം വെള്ളത്തിൽ മുങ്ങിയിരിക്കണം. ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൽ നല്ലതായിട്ട് വേര് വരും. അങ്ങനെ വെള്ളത്തിലിട്ട് കിളിപ്പിച്ചെടുത്ത ഒരു കട്ടിങ്സാണിത്. ഇത് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കിയതിന് ശേഷം അതിലേക്ക് നട്ടു കൊടുക്കാം. ഞാൻ ഇൻഡോർ പ്ലാന്റ്സിനെ എപ്പോഴും പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് കൂടുതലും ചകിരിച്ചോറും ചാണകപ്പൊടിയും പിന്നെ ഒരൽപ്പം എല്ലുപൊടിയും ചേർത്താണ് ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് എപ്പോഴും പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത്. അതിലാണ് ഞാൻ ഈ മണി പ്ലാന്റ് ആയാലും ഇതുപോലെയുള്ള അഗ്ലോണിമ വെറൈറ്റീസ് ആയാലും ഞാൻ നട്ടു കൊടുക്കുന്നത് ഈ ഒരു പോട്ടി മിക്സിലാണ്. പോട്ടി മിക്സ് എടുക്കുന്നതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇത് ചകിരിച്ചോറ്, ഇത് ചാണകപ്പൊടി, ഇത് എല്ലുപൊടി. ചകിരിച്ചോറും ചാണകപ്പൊടിയും ഈക്വൽ റേഷ്യോയിൽ എടുക്കുക. എല്ലുപൊടി അതിൻ്റെ 1/4 ഭാഗം എടുത്താൽ മതിയാകും, അതായത് 4/1 ഭാഗം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പോട്ടിലാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മണി പ്ലാന്റ് ആയാലും ഏത് ഇൻഡോർ പ്ലാന്റ് ആയാലും നമുക്ക് നട്ടു കൊടുക്കാം. നമ്മൾ ഒരു വട്ടം ചെടികൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ അതുങ്ങളെ ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ അതുങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരത്തുമില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ തന്നെ ഈ ചെടികളെയും പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരത്തുള്ളൂ. എനിക്ക് ചെടികളെ ഇങ്ങനെ കാണുന്നത് മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇത്രയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ, അല്ലാതെ സ്പെഷ്യൽ കെയറിംഗ് ഒന്നും കൊടുക്കാറില്ല. ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുമുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഇത് ഞാൻ ചെടിയെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ്. ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.